ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മള് ജോർജിയ സീരീസിലാണ് ഇപ്പൊ ഉള്ളത്. ജോർജിയ ടിബിലിസിന്ന് നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ സോറി നിർത്തിക്കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ വേണ്ടുന്നില്ല. അവരൊക്കെ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്, കാരണം എന്റെ ഭാഷ മനസ്സിലാവാണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ അധികം ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും ഒക്കെ പോകുന്ന ഒരു മെയിൻ സ്ഥലമാണ് ക്രോണിക്കൽസ് ഓഫ് ജോർജിയ. ഇത് കുറെ പില്ലേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് ട്യൂബ്ലിസിന്ന് ബോൾട്ട് എന്നൊരു ആപ്പ് അതുവഴി നമ്മളൊരു കാർ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 15 ലാരിയാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ യാൻഡെക്സ് എന്നൊരു ആപ്പും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം യാൻഡെക്സ് അല്ലെങ്കിൽ ബോൾട്ടാണ് അധികം ആൾക്കാരും ബുക്ക് ചെയ്യുന്നുണ്ടാവുക. യാൻഡെക്സ് ഏകദേശം സെൻട്രൽ ഏഷ്യ കൺട്രിയിലൊക്കെ നമുക്ക് എല്ലാ ടാക്സിയും ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര ടയേർഡാണ്, ബിക്കോസ് ഉച്ചയ്ക്കാണ് ഞാൻ എണീക്കുന്നത്. അവിടെ തേരാപ്പാര നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ തണുപ്പായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാവ് കുഴയുന്നുണ്ട്, എന്താണെന്നറിയില്ല. സോ നമുക്ക് ഇവിടുത്തെ ഒരു ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലോട്ട് പോകാം. ഓക്കെ, കുറേ ചുള്ളൻ ചെക്കന്മാരൊക്കെ ഉണ്ട്. നമുക്ക് നോക്കണ്ട, നമ്മളതിന് വന്നതല്ല, നമ്മൾ സ്ഥലം കാണാൻ വന്നതാണ്. ഇവിടെ കുറേ പടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഞാൻ ഏകദേശം മട്ടയാന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ ഞാൻ ശരിക്കും വയ്യാണ്ടായിട്ടുണ്ട്. എത്രത്തോളം പടികൾ കയറണം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പടികൾ കയറേണ്ടിയിരിക്കുന്നു. ഹലോ, ഇതെപ്പോൾ ഞാൻ എത്തുന്നത് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 5 o'clock ഇവിടെ എത്തണം എന്നുള്ളത്. അപ്പം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും. ഭയങ്കര തണുപ്പാണ് സത്യം. അപ്പം കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്ത പോലെ. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തതിന് ശേഷം പയ്യെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് ഏത് സിറ്റിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സിറ്റി വ്യൂ കാണാൻ പറ്റും. മുകളിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഭാഷ മനസ്സിലായെങ്കിൽ ഇതിൽ വായിച്ചെടുത്തിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ക്രോണിക്കൽസ് ഓഫ് ജോർജിയ സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ കോംപ്ലക്സ്. എനിക്കറിയാൻ പാടില്ല കഴിച്ചത് വായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്ര വെൽ എഡ്യൂക്കേറ്റഡ് അല്ല. ഡെഡിക്കേറ്റഡ് ടു ദ 3000th ആനിവേഴ്സറി ഓഫ് ജോർജിയൻ സ്റ്റേറ്റ് ഹോട്ടൽ. യെസ്, അതാണ് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അയ്യോ, എനിക്ക് വയ്യ, ഇവിടെ തണുപ്പടിച്ചിട്ട് ഞാൻ ആകെ ഇല്ലേമയായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് പോകുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്ക് പോകുമ്പോൾ എന്താണെന്നുള്ളതാണ് മണ്ടയ്ക്ക് എത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളതെന്ന് നോക്കുമ്പോൾ കിട്ടിയൊരു സ്ഥലമാണിത്. പിന്നെ അധികം ആൾക്കാർ ഇടം നിർത്തിയിട്ടുള്ള ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറുന്നത്. നിങ്ങൾ ശരിക്കും ഞാൻ ഇതിനെല്ലാത്തിനും റെഡി ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അല്ല, ഞാൻ പകുതി സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ടാണ് കയറുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. എസ്പെഷ്യലി നല്ല ഫോട്ടോസ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയിൽ എന്നുള്ളത് നാലാൾ അറിയും, സത്യം. നിങ്ങളൊക്കെ ഇവിടെ എത്തിയോ? ഞാൻ ചെയ്തോ പറങ്ങാണ്ടി മോറിയാന്ന് വിചാരിച്ചു. വേറെ ആരെന്ന് വിചാരിച്ചു. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അയ്യോ, നടക്കാൻ വയ്യടി. എന്നെ കാണിക്കുന്നതിനകത്ത് നീ ഏതാ? ഇതെന്റെ വ്ളോഗാണ്. എന്റെ വ്ളോഗിൽ ആകെ ഒരൊറ്റ സെലിബ്രിറ്റി മതി, ഞാൻ മാത്രം. ഞാൻ മാത്രം അവസാനം കാരണം കൊണ്ട് വരരുത്. ഞങ്ങൾ രണ്ടാളെ എടുക്കൂ പ്ലീസ്. പോസ്റ്റ് ചെയ്ത് കൊടുത്തു ഗൈസ് നമ്മൾ അയാൾക്ക്. ആളെ ബ്രഹ്മചര്യത്തിന് നമ്മൾ കളങ്കം വരുത്തിയാണ്. ഇല്ല, ഞാനില്ല പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. I respect all the religions who believes this kind of things. അയ്യോ, ഒന്നാമത് ഇവിടുത്തെ തണുപ്പില് സംസാരിക്കാൻ പറ്റേ. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് പറ്റുന്നില്ല ഗൈസ്. നടക്കടി, കേറടി. എന്തത്? ഇല്ല, ആകെ ഒരു പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് അൺലോക്ക് ആയിപ്പോവും. ഒരട്ട് പ്രശ്നം.
നിനക്കൊക്കെ എങ്ങനെ കയറാൻ പറ്റുന്നുണ്ട്? ബിക്കോസ് ഈ ട്രിപ്പിന് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് വെയിറ്റ് പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോബ്ലം ആണ്. 5 കിലോ എന്നെ കൂടി, അതുകൊണ്ട് എനിക്ക് ഹൈക്കിംഗ് പറ്റുന്നില്ല. അതെ, 7 കിലോ കുറഞ്ഞതിൻ്റെയാണ് നീ ഇങ്ങനെ ഇത്രയും സ്പീഡൊക്കെ അവിടെ എത്തിയത്. ഞാൻ അവിടെ 5 മിനിറ്റ് വെച്ചിട്ട് നിന്നിട്ടാണ് കയറുന്നത്. ഗൈസ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആക്റ്റീവ് ആണെന്നുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് ഇതിനൊക്കെ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചാൽ വന്നത്, ഞാൻ അറിഞ്ഞില്ല ഇത്ര സ്റ്റെപ്പ് കയറിട്ട് മേളിൽ പോകണമെന്നുള്ള. ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്, ഇനി ഒരു 10-25 സ്റ്റെപ്പും കൂടെ കയറിയാൽ മതി. അല്ലാ, ഞാൻ വീണ്ടും എനർജി സംഭരിച്ച് ബാക്കിൽ നോക്കിയ കേസാണ്. സൺസെറ്റ് ടൈം ആയിട്ടുണ്ട്. വാവ്, ഞാൻ എക്സാക്ട്ലി ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭാഷ അറിയാന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നേനെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വാവ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് നടക്കാൻ പോവാണ്. അപ്പുറത്തുള്ള വ്യൂ എന്താണെന്ന് അറിയത്തില്ല. ഒരു ചർച്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ സംസാരം ഭയങ്കര, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല രീതിക്ക് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഇതൊന്നാമത് കുറേ സ്റ്റെപ്പ് കാരണം, രണ്ടാമത് ഇവിടുത്തെ തണുപ്പ് കാരണം. ഇവിടെ ഇപ്പം സമ്മർ ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിൻ്റർ സ്റ്റാർട്ട് ആവാൻ അറിയാം. ഇപ്പം 10 ഡിഗ്രിയാണ്. 10 ഡിഗ്രിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 10 ഡിഗ്രിയിൽ ഭയങ്കര പ്രശ്നമാണ് സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ. ഹായ് 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 ഹായ്. You're from Georgia? Yes. Okay, who go? Kurde przyciąć. എന്തെല്ലാം കാട്ടുന്നു. Kemara. Where is your friend tooth? English or reality? No, your tooth. No English. Where is your tooth? Tooth, this one. Where? പല്ല് എവിടെടാ? Uch khubera, короче. അടിച്ചു പൊളിച്ചാ? English no. No English? You should learn English. English no. You have to learn. You have to. English. Did you know English? YouTube. Do you speak English? Share YouTube. I'm asking him where is his tooth. It's missing. Tooth. Yes, പല്ല് മിസ്സിംഗ് ആടാ മോനെ അവന്റെ. I am Çok istiyorsun ha. What's your name? My name is Jenna. Jenna. Which class you studying? No. Study. No English. No study. No English. I am Study. no English or is that You're not English? You cannot speak? yeah. No probs. No probs. No English. What's your name? Alexander Pek. Alexander? The Like great Joel. Alexander? Hey, Krishul. What's your name? Nika Paksashvili. Oh, so difficult to name, ah. Yes. ഭയങ്കര പേര് തന്നെ കേട്ടോ. എനിക്ക് വിളിക്കാനൊന്നും പറ്റാത്തൊരു പേരാണ് അവർ ഇട്ട് വെച്ചിരിക്കുന്നത്. കശു. അതെ അവൻ എന്നെ കല്യാണം കഴിക്കണം, അത്ര കഴിഞ്ഞു. കൊച്ചു പിള്ളേരാണേ, അവർക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയത്തില്ല. ഇവിടെ അധികം ജോർജിയൻസ് സംസാരിക്കുന്നത് ജോർജ് എന്നുണ്ട് ഇവരുടെ ലാംഗ്വേജിൻ്റെ നെയിം. പിന്നെ അധികം റഷ്യൻസ് ആണ് സംസാരിക്കുന്നത്. അത് രണ്ടും നമുക്ക് അറിയത്തില്ല. ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അധികം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനിയും കുറച്ചുകൂടെ അധികം പഠിക്കണം. പക്ഷെ പഠിച്ചിട്ട് കാര്യമല്ല. എല്ലാ കൺട്രിയിലുള്ള ആൾക്കാരും അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവരവരുടേതായിട്ടുള്ള ഭാഷയാണ് സംസാരിക്കുന്നത്. ഞാൻ അർമേനിയ ഇപ്പോൾ പഠിച്ച കാര്യമാണ്. അല്ലല്ലേ, സി നമ്മൾ കയറി വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള സിറ്റീസ് ഉണ്ടായിരുന്നല്ലോ, ആ സിറ്റി തന്നെയാണ് ഇവിടെ. ഇവിടെ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ സിറ്റിയൊക്കെ. Oh my god, കഴിക്കാം ഗൈസ്, ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കിക്കേ, ഇവിടെ എത്ര ഇതായിട്ട് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ അത്രയും അടുത്ത് കാണാൻ പറ്റും. ഇങ്ങനെയുണ്ടോ എനിക്ക് കാണുന്നത്? ഇതിനേക്കാൾ അടുത്തായിട്ട് എനിക്ക് കാണുന്നത്. ഇതൊരു വൈറ്റ്
അടുത്താണെങ്കിലും പിന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഈ ചർച്ച് ഓപ്പൺ അല്ല. നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. മെജോറിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ശ്വാസം വിടാൻ പറ്റുന്നില്ല. എനിക്ക് ഓൾറെഡി കുറേ ദിവസങ്ങളായിട്ട് വയ്യായിരുന്നു. അതൊന്ന് മാറി വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര പ്രോബ്ലം തണുപ്പ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവിടെ ഒരു ലേക്ക് ഉണ്ട്. വാവ്, അവിടെ എനിക്ക് പോകണം. ഈ ലേക്ക് വ്യൂ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിക്കേ, കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ലുക്ക്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. കാണുന്നുണ്ടോ? ഇത് ഇവിടെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ടോ? ഈ റോഡ് വഴിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതേത് സിറ്റിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ലൊക്കേഷൻ ഇട്ടങ്ങ് വന്നു, അത് തന്നെ. മെയിൻ ടിബ്ലിസിന്ന് ഏകദേശം 10-20 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ എത്താൻ വേണ്ടിയിട്ട്. അതായത് ആരെങ്കിലും ഇവിടെ ജോർജിയയിൽ വരുന്ന സമയത്ത് ഒരു മോർണിംഗിൽ ഒരു 8 o'clock 9 o'clock എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇവിടെ വരാം. ഇവിടെ വന്നതിന് ശേഷം ബാക്കിയുള്ള പ്ലേസിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. പാക്കേജ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ടിബ്ലിസിന്ന് വളരെ അടുത്താണ് ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്നുള്ള സ്ഥലം. ലാസ്റ്റ് ടൈം വന്ന സമയത്ത് എനിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. എന്താ അറിയില്ല, നമ്മൾ ടിബ്ലിസിയിൽ 4 ദിവസം ഉണ്ടായിട്ട് പോലും എന്താ ട്രിപ്പിൽ ഈ സ്ഥലം എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇതിൻ്റെ ചുറ്റിൽ വന്നിട്ട് മൗണ്ടെയിൻസ് ഉണ്ട്, കണ്ടോ? അവിടെയൊക്കെ മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലേക്ക് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം മെയിൻ ഇമ്പോർട്ടൻ്റ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. ഈ പില്ലേഴ്സാണ്. ഈ പില്ലേഴ്സിനെ കുറിച്ച് എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയിൽ എത്തിയെന്ന് നാട്ടുകാരറിയും, അതാണ് സത്യം. അയ്യോ, നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അധികപക്ഷം. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകും. പിന്നെ നമുക്ക് നൈറ്റിലൊരു സിറ്റി ടൂറുണ്ട് ടിബിലിസിൻ്റെ. പിന്നെ അത് നമുക്ക് വേറൊരു വ്ളോഗായിട്ട് കാണാം. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സ്ഥലം മസ്റ്റായിട്ട് കാണണം. ഓക്കെ, അത് എനിക്ക് പറയാൻ വയ്യ, അത്രയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അപ്പം ഗൈസ്, ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു.